അങ്ങകലെ പ്രതീക്ഷയുടെ ഒരു പുലരിയില്ലേ? ഉണ്ട്. ഉരുകിയൊലിച്ചു പോകുന്ന മഞ്ഞുകണങ്ങൾ പോലെയാണ് ഓരോ ഇന്നലെയും. അവിടെ നമ്മൾ വാത്സല്യം അലിഞ്ഞൊഴുകിയ മാതാപിതാക്കളുള്ളവരായിരിക്കാം. ചിലപ്പോൾ കൈപ്പുള്ള ബാല്യം കുടിച്ചിറക്കിയവരായിരിക്കാം. ചങ്കു പറിച്ചു നൽകിയ സൗഹൃദങ്ങളുള്ളവരായിരിക്കാം. പ്രണയവല്ലരിയിൽ പൂവിട്ടവരായിരിക്കാം. കാത്തുവച്ച നിധി നഷ്ടപ്പെട്ട ഭൂതത്തെ പോലെയായിരിക്കാം. അങ്ങനെ പലരുമായിരിക്കാം, പലതുമായിരിക്കാം. ഇന്നിൻ്റെ പുലരിയിൽ ഒന്നും നമ്മുടെ ചുറ്റിലില്ലായിരിക്കും. എങ്കിലും നമുക്ക് ആശ്വസിക്കാം. എല്ലാറ്റിനോടും നന്ദി പറയാം. ഇന്ന് നീ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ബാല്യം നിനക്കുണ്ടായിരുന്നു. എന്തും പറയാൻ പോന്ന കൂട്ടുകാർ നിനക്കുണ്ടായിരുന്നു. ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഒന്നിച്ചൊരു പ്രണയകാലം നിങ്ങൾ ആസ്വദിച്ചിരുന്നു. ഉണ്ട് അങ്ങ് ദൂരെ ഇന്നുള്ള നിന്നെ നീയാക്കി മാറ്റിയ ചില ഇന്നലകൾ. നാളെ നമ്മിലേക്ക് ചേരും എന്നുറപ്പുള്ള ചില നിധികൾ. കാലം തെറ്റി പെയ്യാത്ത ഒരു മഴ പോലും കാണില്ല ഒരാളുടെ ജീവിതത്തിൽ. ഒന്നും പൂർണ്ണമാവാതെ ഇരിക്കുന്നതാണ് നല്ലത്. പൂർണ്ണമായതിലൊന്നും മനുഷ്യനെ പുതുമയുണ്ടാവുകയില്ല, ഒരാകാംക്ഷയുണ്ടാവുകയില്ല, പ്രത്യേകിച്ച് അത്ഭുതവും ഉണ്ടാവുകയില്ല. അപൂർണതയുടെ ഭംഗിയിൽ അന്വേഷണങ്ങൾ ഉണ്ടാകട്ടെ. ഓർമ്മകളിലെങ്കിലും ഓർക്കാൻ ഇടവരട്ടെ. ഈ നിമിഷം അത് ആസ്വദിക്കുക. അതുമാത്രമാണ് റിയാലിറ്റി. അറിയാം, ചില നിമിഷങ്ങളെ നിസ്സഹായതയോടെ മാത്രം നോക്കി നിൽക്കാനേ നമുക്ക് പറ്റൂ. കേട്ടും വായിച്ചും പഴകിയ, പക്ഷേ ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത ഒരു ഡയലോഗില്ലേ? യെസ്, അതുതന്നെ. ഈ സമയവും കടന്നു പോകും. കല്ലും മണ്ണും ചെളിയും കാടുമൊക്കെ നിറഞ്ഞ, ഒരുപക്ഷെ മുൻപൊരിക്കലും ആരും പോയിട്ടില്ലാത്ത ആ വഴികളൊക്കെ താണ്ടി നീ നാളെ എത്തി നിൽക്കാൻ പോകുന്ന ആ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രം കാണുന്ന മനോഹരമായ ഒരു താഴ്വരയുണ്ട്. ഒരു പുതിയ ലോകം നമുക്ക് അവിടെ കാണാം. അതൊക്കെ തന്നെയാണോ ജീവിതം?